നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരിക്കേറ്റ് നെയ്മർ ജൂനിയർ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണല്ലോ. ഇനിയിപ്പോൾ ഒരു ചെറിയ സർജറിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി മടങ്ങിയെത്തുകയുള്ളൂ. പരിക്കും വെച്ച് അദ്ദേഹം കളിക്കുകയും ചെയ്തു. അപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർ ഉണ്ടാകുമോ എന്ന ചോദ്യം വരുന്നുണ്ട്. അപ്പോഴാണ് തിയാഗോ സിൽവ പറയുന്നത് അദ്ദേഹം ഒരു വലിയ ഇഞ്ചുറിയിൽ നിന്ന് മടങ്ങി വന്നതാണ്, പിന്നെ റിലാക്സസ് ഉണ്ടാകാം. നെയ്മറോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10 കൊല്ലം മുമ്പ് ഞാൻ കണ്ട നെയ്മറല്ല നീ ഇപ്പോൾ, അതുകൊണ്ട് നീ കൂടുതൽ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തിയാഗോ സിൽവ പറയുന്നു. വളരെ കട്ട ഫ്രണ്ട്സാണ് തിയാഗോ സിൽവയും നെയ്മർ ജൂനിയറും. നമുക്കറിയാം, അവരൊരുമിച്ച് PSG ഉണ്ടായിരുന്നതുമാണ്. ഇപ്പോൾ തിയാഗോ സിൽവയുടെ വാക്കുകളിലേക്ക് പോകാം. പീപ്പിൾ ജഡ്ജ് നെയ്മർ അൺഫെയർലി. നെയ്മറെ വളരെ അൺഫെയർ ആയിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, അദ്ദേഹം എന്താണോ ചെയ്യേണ്ടത് അതിപ്പോൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. വേൾഡ് കപ്പിന് വേണ്ടി അവൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവനെല്ലാം ഉണ്ട്. അവന് റിക്കവറി ഡിവൈസ് ആയിട്ടുള്ള ഹൈപ്പർ ബാരിക് ചേംബറുണ്ട്, ഐസ് ബാത്സിനുള്ള സൗകര്യങ്ങളുണ്ട്, പ്രൈവറ്റ് ഷെഫ് ഉണ്ട്, ഫിസിയോ ഉണ്ട്, ഫിറ്റ്നസ് കോച്ചുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല ഷേപ്പിൽ വേൾഡ് കപ്പിന് എത്താനാണ് അവൻ പരിശ്രമിക്കുന്നത്. നിങ്ങൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവനൊരു സീരിയസ് നീ ഇഞ്ചുറിയിൽ നിന്ന് ആണ് മടങ്ങി വരുന്നത്. അപ്പോൾ അതിനുശേഷം ഫിസിക്കൽ സെറ്റ് ബാക്സ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ നെയ്മറുടെ കാര്യം മാത്രമല്ല, റോഡ്രിയുടെ കാര്യം നോക്കുക. റോഡ്രിക്ക് അങ്ങനെയല്ലേ? നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാത്തത്? ഈവൻ ടുഡേ, ഇന്ന് പോലും അവന് എപ്പോഴും കളിക്കണമെന്നുള്ളതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ 10 കൊല്ലം മുമ്പ് ഞാൻ കണ്ട നെയ്മർ അല്ല. യു ആർ നോട്ട് ദി നെയ്മർ ഓഫ് 10 years എഗോ എനിമോർ. അതിന് 10 കൊല്ലം മുമ്പ് നമ്മൾ പരിചയപ്പെടുമ്പോൾ ആ 10 കൊല്ലം മുമ്പത്തെ നെയ്മർ അല്ല ഇപ്പോൾ നീ. അതുകൊണ്ട് തന്നെ നീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ ചിന്തിക്കുന്ന പോലെയല്ല, അവനിപ്പോഴും ഏറ്റവും മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവന് വേൾഡ് കപ്പ് കളിക്കാൻ നന്നായി ആഗ്രഹിക്കുന്നു എന്നുകൂടി തിയാഗോ സിൽവ പറഞ്ഞു വെക്കുമ്പോൾ നെയ്മറുടെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, എന്തു വന്നാലും വേൾഡ് കപ്പ് കളിക്കണം, അത് സക്സസ് ആവും. കാർലോ അഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.